ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒന്ന് രണ്ട് തിരുവെഴുത്തുകൾ വേഗത്തിൽ വായിച്ച് സഹായിക്കണം ചുമതലപ്പെട്ടവരെ. യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 4, 10-ന്റെ 18, 19, 11-ന്റെ 23 വേഗത്തിൽ ക്രമത്താലെ വായിച്ച് സഹായിച്ചാൽ ഇന്ന് വളരെ സ്പീഡിലായിരിക്കും ശുശ്രൂഷിക്കുന്നത്. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിൻ്റെ ഉമ്മറപ്പടിക്ക് മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിൻ്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ 18, 19. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകൾ മീതെ വന്നു നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറകു വിടർത്തി ഞാൻ കാണുക ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേര തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിൽക്കൽ ചെന്ന് നിന്നു. 11-ന്റെ 23. യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. എന്നാൽ ആത്മാവിനെ എടുത്ത് മതി. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. കരിയമ്പിളാവ് കൺവെൻഷൻ്റെ ഈ രാത്രിയിൽ എളിയവനും വന്ന് അങ്ങയുടെ സാക്ഷ്യം വകുപ്പാൻ ലഭിച്ച വിലപ്പെട്ട പദവിക്കായി സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. ശബ്ദപരിധിക്ക് ശ്രദ്ധിക്കുന്ന ഏവർക്കും അനുഗ്രഹമാകണം. ദൂരത്തിരുന്ന് ഈ കൺവെൻഷനെ സംബന്ധിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകണം. അവിടുത്തെ ദാസിദാസന്മാരെ ശക്തീകരിക്കണം. പുത്രനെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. ഈ സഭയുടെ ചുമതല വഹിക്കുന്ന ബഹുമാന്യ ആദരണീയ കർത്തദാസൻ OM രാജുക്കുട്ടി അവർകൾ കുടുംബം, എല്ലാ സെൻട്രൽ പാസ്റ്റർമാർ, സഹശുശ്രൂഷകന്മാർ, ചുമതലപ്പെട്ടവർ, കൂടപ്പെട്ട ദൈവമക്കൾ, എല്ലാ കർത്തദാസിദാസന്മാർ, ദൂരത്തിപ്പോൾ ലൈവിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർ, ഇത് ലൈവ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, അനുഗ്രഹിക്കപ്പെട്ടത് ഗായക സംഘം, എല്ലാവർക്കും വന്ദനം. സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് കവിവാചകം പോലെ എല്ലാ കാര്യവും പറയുവാൻ ഉദ്ദേശിച്ചതെല്ലാം പറയാൻ ചിലപ്പോൾ ഒത്തെന്ന് വരികയല്ല. മതി. എന്നാലും ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. വായിച്ച തിരുവെഴുത്ത് 3 വാക്യങ്ങളാണ് വായിച്ചത്. യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 4, 10-ന്റെ 18, 19, 11-ന്റെ 23. ഇവിടെ കൂടിയിരിക്കുന്നതിൽ സിംഹഭാഗവും ദൈവമക്കൾ, വിശേഷിച്ച് WME സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട സഭാമക്കളാണ്. അതുകൊണ്ട് ആ നിലയിൽ ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. കർത്താവ് അതിന് കൃപ നൽകുമാറാകട്ടെ. ഈ മഹനീയ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. എനിക്ക് മുന്നമേ ദൈവവചനം സംസാരിച്ച ആദരണീയ കർത്തദാസനും വന്ദനം. ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി കരം ഉയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടിയാട്ടെ. മമകബലം തുദിയായ താൻ യഹോവ, മമകബലം സ്തുതിയായ താൻ യഹോവ, മമകബലം സ്തുതിയായ താൻ യഹോവ, മമകബലം സ്തുതിയായ താൻ യഹോവ. ഒരു വാസ സ്ഥലം ചമയ്പേൻ പിതൃദേവനവൻ ഞാനവനെ പുകഴ്ത്തി പാടും. പരമനു പരിചോടു ഞാൻ വരുമവനു സദാ ജയം പാടും. പരമനു പരിചോടു ഞാൻ. ഉൾപ്രവേശിപ്പിച്ചു നിൻ കൽപ്പു
പരിചോട് ഞാൻ വരുമപ്പനു സതതം ജയ പാടും പരമനു പരിചോട് ഞാൻ. പാടും പരമനു പരിചോട് ഞാൻ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 3 തിരുവെഴുത്തുകളാണ് ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 4, 10-ന്റെ 18, 19, 11-ന്റെ 23. ഈ 3 തിരുവെഴുത്തിലും യഹോവയുടെ മഹത്വം എന്ന വിഷയമാണ് അവിടെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പടിപടിയായി ഘട്ടം ഘട്ടമായിട്ട് മാറ്റപ്പെട്ടു പോകുന്നു. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവാലയത്തെ പറ്റി നാം പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പുസ്തകം എഴുതിയ ആളാണ് ബഹുമാന്യ കർത്തദാസൻ. തിരുനിവാസവും മരുവാസവും. അപ്പോൾ അതിനകത്തും ചില കാര്യങ്ങൾ അടുക്കടുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രാരംഭത്തിൽ ദൈവാലയം പലതായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അത് സമാഗമന കൂടാരം. മോശ മുഖാന്തരം ദൈവം തമ്പുരാൻ മരുഭൂമിയിൽ തീർത്ത സമാഗമന കൂടാരം. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം പണിക്കണം, ആലയം. 2, ശലോമോന്റെ ദൈവാലയം. അത് ശലോമോൻ ദൈവാലയം പണിതതും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. തന്റെ അപ്പന്റെ സ്നേഹിതൻ ഹീരാമിനോട് തടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആവശ്യം പോലെ വെട്ടാൻ പറഞ്ഞു. അപ്പോൾ ശലോമോൻ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങളുടെ ആൾക്കാര് മരം വെട്ടാൻ അത്ര പോരാ, വെട്ടിയാൽ ഏക്കുന്നുമില്ല, മുറിയുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആൾക്കാർ സീതോന്യര് മരം വെട്ടാൻ മിടുക്കരാ. ചിലര് 10 കൊല്ലം വെട്ടുമ്പോൾ ജാതം വെട്ടാത്തൊരു തള്ളേനെ കിട്ടുള്ളൂ, രക്ഷിക്കപ്പെടുത്തി. അമ്മ വേണ്ടെന്നല്ല, അമ്മ അത്യാവശ്യം 10 കൊല്ലം പ്രവൃത്തി കിട്ടിയതാ. ആ ദേശത്തോ യൗവനക്കാരുണ്ട്, ഒരെണ്ണത്തിന് കിട്ടുകയില്ല, വെറുതെ ഇങ്ങനെ വെട്ടി നടക്കുക. ചാത്തം പെടാത്തൊരമ്മയും തോത്രം പറയാത്തൊരപ്പനും ഇതിനെ വെച്ചോണ്ടാ തീ കത്തിക്കുക, എന്നിൽ തള്ള കത്തുകയില്ല, ഈ അപ്പനോട്ട് ബലപ്പെടുകയില്ല. അപ്പൊ ഞങ്ങളുടെ ആൾക്കാർ മരം വെട്ടാൻ അത്ര പോരാ, നിങ്ങളുടെ ആൾക്കാർ മരം വെട്ടാൻ മിടുക്കരാ. അങ്ങനെ സീതോന്യരെ പറഞ്ഞ് മരം വെട്ടാൻ ലെബനോൻ വനത്തിലോട്ട് കയറ്റി നല്ല വൃക്ഷങ്ങൾ അതിന്റെ ക്രമത്തിൽ വെട്ടിക്കെടുത്ത് കൂട്ടിക്കെട്ടി, ഭാഗമൊന്നും വിവരിക്കുന്നില്ല, നദി വഴി കടത്തിക്കൊണ്ടുവന്ന് സൂബിൽ കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ വലിച്ച് കരക്ക് കയറ്റി കൊണ്ടുവന്ന് പണിത ശലോമോന്റെ ആലയം എന്ന് പറഞ്ഞാൽ ഈ തടി വെള്ളത്തിൽ കൂടെ കയറി വേണം ആലയത്തിന് ഉപയോഗപ്പെടാൻ. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരേലും ഉണ്ടെങ്കിൽ നിന്നോട് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ പറയുക, നീ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. സ്തോത്രം. അത് അത്യാവശ്യ കാര്യമാണ്. ചിലരെ സ്നാനത്തിന്റെ കാര്യം പറയുമ്പോൾ ആട് നിൽക്കും പോലാ നിൽക്കുന്നത്, ഇറങ്ങുകയല്ല, നീ സ്നാനപ്പെട്ടേ ഒക്കുള്ളൂ. അത് ദൈവത്തിന്റെ പ്രമാണമാണ്. അത് അങ്ങനെ പണിത ശലോമോന്റെ ആലയം. പിന്നെ ആ ശലോമോന്റെ ആലയം നശിച്ചു പോയി. അത് ദൈവജനം പ്രമാണം വിട്ട് വ്യവസ്ഥ പറ്റി പോയപ്പോൾ പ്രവാചകന്മാർക്ക് ദൂത് പറഞ്ഞു. യെരമ്യാ പ്രവാചകൻ ശക്തമായ ദൂത് പറഞ്ഞു, ഈ വിധത്തിൽ നിങ്ങൾ പോയാൽ ജാതികൾ നിങ്ങളെ അടിമകളാക്കും. യെരമ്യാവ് 25:12, 29:11, 36, 21 ആദിയായ വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഇവരെ പ്രവാസികളായി വിടുമെന്ന് ദൂത് പറഞ്ഞു. അനുസരിച്ചില്ല, അതുകൊണ്ട് ഇവരെ പ്രവാസത്തിലേക്ക് അയച്ചു. വീണ്ടും സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന് ദൈവാലയം പണിതു. നെഹമ്യാവ് മതിലിന്റെ പണിക്ക് നേതൃത്വം കൊടുത്തു, സെരുബാബേൽ ആലയത്തിന്റെ പണിക്ക് നേതൃത്വം കൊടുത്തു. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാൻ തന്നെയല്ല, ഇതൊക്കെ നന്നായി പ്രസംഗിച്ചവരും പ്രസംഗിക്കുന്നവരുമായി ഇവിടെ ഇരിക്കുന്ന തന്നെയല്ല. ഈ വിഷയമൊക്കെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പച്ച നല്ല കണക്കിന് പറഞ്ഞാ പോയത്. അപ്പൊ അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കൈവെക്കുന്നില്ല, വെറുതെ എന്തിനാ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അല്ലാതെ തന്നെ എൻ്റെ മേൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
അപ്പം പിന്നെ പുതിയൊരു കൈ ഇനിയും വരേണ്ട കാര്യമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ രണ്ടാമത് ആലയം സെരുബാബിന്റെ നേതൃത്വത്തിൽ പണിത ആലയം. ഈ ആലയം പിന്നെ ഹെരോദാവ് ഒന്ന് പുതുക്കി പണിതു യേശുക്രിസ്തുവിന്റെ കാലയളവിൽ. ഭാഗം നിങ്ങൾക്കറിയാം. എന്നാൽ ആ ആലയവും കല്ലിന്മേ കല്ലില്ലാതെ യേശിച്ചു. അഞ്ചാമത് ഇവിടെ ഒരു ആലയമുണ്ട്. അത് തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന ആലയം, സഭയാകുന്ന ആലയം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ആലയം. ഈ ആലയത്തിന്റെ പ്രത്യേകത മൂലക്കല്ല് യേശുക്രിസ്തുവാ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുകൊണ്ടിരിക്കുക. ഇത് പണിയുന്നത് സെൻട്രൽ പാസ്റ്റർമാരല്ല, ബഹുമാനപ്പെട്ട OM രാജുക്കുട്ടിയല്ല, കാവാലം പാസ്റ്റർ അല്ല, ഒരു ഉപദേശിയല്ല പണിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയാൽ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ പണിക്ക് വിരോധമായി ജാതീയ ശക്തികളാകട്ടെ, അന്ധകാര ശക്തികളാകട്ടെ, ഏത് പോരാട്ടങ്ങൾ എതിർത്ത് വന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഇന്ന് രാത്രി ജാതീയ പോരാട്ടങ്ങൾ, ജാതീയ ശക്തികളെ അടിച്ചോടച്ച് ദൈവത്തിന്റെ പണി ശക്തിയോടെ വ്യാപരിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇതിന്റെ മൂലക്കല്ല് യേശുക്രിസ്തു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതുകൊണ്ടിരിക്കുക. പണിയുന്നത് കൗൺസിലൊന്നുമല്ല, പരിശുദ്ധാത്മാവാ. ഇപ്പോഴെന്നാ സഭ വളരാത്ത മുഴുവൻ കൗൺസിലിന്റെ പണിയാ. കമ്മിറ്റിയിലുള്ളവൻ അഭിഷേകം പ്രാപിക്കാത്തവനാ. ഇവിടുത്തെ കാര്യമല്ല. ഇവിടുത്തെ ആരും അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ നിന്റെ കാര്യം കൂടാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറമനം പ്രാപിച്ച് വേർപാട് പാലിക്കുന്നവനാണ് ഇതിനകത്ത് കയറാൻ. അവൻ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പണിയാൻ. വിവരിക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. പിന്നെ ഇത്ര ദൂരെ ആയതുകൊണ്ട് അച്ചായം ജിബായി പിടിക്കുകയല്ലെന്ന് എനിക്കറിയാം. എന്നാലും അതിന് ഇടവരുത്തുകയല്ല, ഞാൻ വന്നെങ്കിരുന്നോളാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുക. ഈ ആലയവും ഇവിടുന്ന് മാറ്റപ്പെടും. ഏതാ? സഭയാകുന്ന ആലയം. അതാ നമ്മുടെ പ്രത്യാശ. തെസ്സലോനിക്കർ 4:16 കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. അതാ നമ്മുടെ പ്രത്യാശ. അത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. പ്രത്യാശ വർദ്ധിക്കും. നൻ പ്രാണനാഥനെ പ്രാപിഞ്ചിറാകനി കേകിയെന്ന പ്രത്യാശ വർദ്ധിക്കും. പ്രാണനാഥനെ പ്രാപിഞ്ചിറാകനി കേകിയെങ്കിൽ പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നാട്ടിൽ വാഴുവാനായി. പറന്നു പോയിടും ഞാൻ നിന്നും സ്വർഗ്ഗകനാൻ നാട്ടിൽ വാഴുവാനായി. പ്രത്യാശ വർദ്ധിക്കുന്ന പ്രാണനാഥനെ പ്രാപിച്ചിറങ്ങിയെങ്കിൽ പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ സ്വർഗ്ഗകനാൻ നാട്ടിൽ വാഴുവാനായി. ചുരുക്കുക. അപ്പൊ നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. ഇവിടെ സ്ഥാനം കിട്ടിയില്ലെങ്കിലും മാനമില്ലെങ്കിലും പേരും പ്രശസ്തി അവൻ കട്ടവിട്ടി ഫോട്ടോ ഒന്നും വെച്ചില്ലെങ്കിൽ നീ നിത്യരെ കാണണം. ഒരു കുഞ്ഞുങ്ങൾ കൈവിടപ്പെട്ടു പോകരുത്. സ്റ്റേജിൽ നിൽക്കാൻ ഒത്തില്ലെങ്കിലും അവൻ ഇപ്പോഴൊക്കെ സ്റ്റേജിൽ കയറുന്നത് കാശ് കൊടുത്താ ചിലർ കയറുന്ന. ഇവിടുത്തെ അല്ലേ? ഇത് വേറെ കേസായി. പലയിടത്തും കാശ് കൊടുത്താൽ പ്രസംഗിക്കാൻ സമയം കൊടുക്കും. കാശ് കൊടുത്താൽ എന്നതാ പറയുന്ന പുള്ളിക്ക് പോലും വെളിവില്ല. സ്തോത്രം. അപ്പൊ കാശ് കൊടുത്താൽ ഓർഡിനേഷൻ കൊടുക്കുമല്ലോ. വിമാനത്തിൽ വെച്ച് എൻ്റെ പുസ്തകക്രമം എന്ന് പറയുന്നത് അത് പിന്നെ പറഞ്ഞാൽ മതി, വിശ്വാസി പറഞ്ഞോളും. നീ കാശിഞ്ഞതാ തലേ അവിടെ വെച്ച് പ്ലെയിനെ വെച്ച് കൈ വെച്ച് അവിടെ വെച്ച് ഓർഡിനേഷൻ കൊടുക്കുക. എന്തുവാണ് ഒരു കാര്യം പറയും, ഇത് അഭിഷിക്തന്മാർ ചെയ്യേണ്ട ശുശ്രൂഷകളാണ്. അതിന് അഭിഷേകം വ്യാപരിക്കണം. ദൈവത്തിന്റെ മഹത്വം. അതിന്റെ ഭാഗമൊന്നും വിസ്തരിക്കുന്നില്ല. 6ാമത്തെ ഒരാലയമുണ്ട്, 7ാമത്തെ ഒരാലയമുണ്ട്. അവൻ തുടർന്നുള്ള ഭാഗം എടുക്കുന്നില്ല. എന്നാൽ വായിച്ച കുറുവാക്യത്തോട് കൂട് പുലർത്തണം. ഇവിടെ ദൈവാലയത്തിൽ നിന്ന് മഹത്വം പടിപടിയായിട്ട് നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ശലോമോന്റെ ആലയവും ദൈവാലയവും പഠിക്കുമ്പോൾ ആലയത്തിൽ പലവിധ ഉപകരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് പെട്ടകം.
പെട്ടകം 2.5 മുഴം നീളം 1.5 മുഴം വീതിക്ക് പെട്ടകം. ഇതിന്റെ മുകളിൽ ഒരു വക്കുണ്ട്. 2.5 മുഴം നീളവും 1.5 മുഴം വീതിക്ക് പെട്ടകം. ഇതിനകത്ത് ഇതിന്റെ മുകളിൽ ഒരു വക്ക്, ഒരു പലക ചാർത്തിയിരിക്കുന്നു. 2 കെറൂബുകൾ മുഖത്തോട് മുഖം ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ മുഖം താഴോട്ട് നോക്കി നിൽക്കുന്നു. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള പെട്ടകം. പെട്ടകത്തിനകത്ത് 3 കാര്യം: മന്നായിട്ട് വെച്ച പൊൻപാത്രം, അകരോന്റെ തളർത്തുപടി, നിയമത്തിന്റെ കൽപ്പലക. ഇതാണ് ഈ പെട്ടകം. അപ്പോൾ ഈ കെറൂബിന്റെ നടുവിലായി ചേർത്ത് കിട്ട പലകയിലാണ് ഷെക്കേന അല്ലെങ്കിൽ യഹോവയുടെ മഹത്വം എന്ന് നിൽക്കേണ്ടത്. എന്നാൽ യെഹെസ്കേൽ കണ്ടത് അവിടെ നിൽക്കേണ്ട മഹത്വം അവിടെ നിന്നില്ല. ഇത് കെറൂബിന്റെ മേളിൽ പോയി നിന്നു. കെറൂബിന്റെ മേളിൽ പോയ മഹത്വം അവിടെ നിന്നില്ല. ഇത് വാതിക്കലോട്ട് പോയി. വാതിക്ക പോയ മഹത്വം അവിടെ നിന്നില്ല. ഇത് ഉമ്മരപ്പടിയുടെ മീതെ പോയി. ഉമ്മരപ്പടിയുടെ മീതെ പോയ മഹത്വം അവിടെ നിന്നില്ല. ഇത് പർവ്വതത്തിന്റെ മുകളിൽ പോയി. താഴോട്ട് പിടിക്കുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ പോയ മഹത്വം അവിടെ നിന്നില്ല. ഇത് വന്നെടുത്തോട്ട് പോയി. എന്ന് പറഞ്ഞാൽ ദൈവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പടിപടിയായിട്ട് നഷ്ടപ്പെട്ടു. ഈ യെഹെസ്കേൽ പ്രവചനത്തിൽ മഹത്വം നഷ്ടപ്പെടാൻ പല കാര്യമുണ്ട്. അതെല്ലാം വിവരിക്കുന്നില്ല. 1 ഡംബം, 2 ദുശാഠ്യം, 3 കടുത്ത നെറ്റിയും കഠിനകൃതിയും, 4 മത്സരം, 5 ചുള്ളി കൊണ്ടുവന്ന് മൂക്കത്ത് തൊടിപ്പിക്കുന്നു. അതാ പിന്നീട് കുരിശുബന്ധനമായത്, ശ്ലീബാബന്ധനം. മനുഷ്യപുത്രായി ഇവർ ചെയ്യുന്ന കാര്യം കണ്ടില്ലോ. ഓരോരുത്തരും ചുള്ളി കൊണ്ടുവന്ന് മുത്തിയ ചക്കയായി വന്നിരുന്നത്. എല്ലാം രക്ഷിക്കപ്പെട്ടല്ലോ, അത് വലിയ കാര്യം. ഇപ്പോഴും ചിലരെ കാണുമ്പം മുത്തം കൊടുക്കണമെന്ന്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാ, അത് ചുള്ളി കൊണ്ടുവന്ന് മൂക്കത്ത് തുടിക്കുന്നു. 25 പുരുഷന്മാർ മുതുക് തിരിച്ച് കിഴക്കോട്ട് നോക്കി സൂര്യനെ ആരാധിക്കുന്നു. ഇന്ന് രാത്രി ഒരു ചാർജ് പോയി. പണ്ടൊരുത്തം പറഞ്ഞ മുടിയാന്നെടുത്ത് മുട്ടിട്ടെന്ന് പറഞ്ഞ പോലെ അതും പോയി. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവര് ഡംബത്തിന് വേണ്ടി ആഭരണം ഉണ്ടാക്കി. മഹത്വം നഷ്ടപ്പെടാനുള്ള കാര്യം ഡംബത്തിന് വേണ്ടി ആഭരണം. ഞാൻ 75ാമത്തെ പ്ലാറ്റിനം ജൂബിലി കൺവെൻഷനോട് പറയാം, ആഭരണഭ്രമം പാപമാണ്. ഇപ്പൊ കുറെ ഊളം പാസ്റ്റർമാർ ഇറങ്ങിയിട്ട് പറയണ ആഭരണം എന്ന കുഴപ്പമില്ലെന്ന്. എടാ, ആഭരണം വർജിച്ച് വേർപാട് പാലിച്ച് പ്രമാണമാ പെന്തിക്കോസ്ത്. നിങ്ങൾ ഇഷ്ടമുണ്ടോ സ്തോത്രം പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. അനേക മാതാക്കളും പിതാക്കന്മാരും ആക്ഷേപങ്ങളും നിന്ദകളും സഹിക്കാൻ ഒരു കാരണം കമ്മലുമാലെ ഊരിയതാണ്. ഇപ്പൊ കാശുണ്ടാക്കാനും മറ്റ് തന്ത്രവും സൂത്രവും ഒക്കെ ഒപ്പിക്കാൻ പറയും. ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. ചോദിച്ചാലും നേരിട്ടോ ആൻസറും എല്ലാം കൂടെ ഉരുട്ട് കളിക്കുക. ഒരു കാര്യം പറയാ, ആഭരണഭ്രമം അത് പാപം തന്നെ. ദൈവമക്കൾ വേർപാടിന് വേണ്ടി നിൽക്കണം. നിന്നാ നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ദോഷവും വരികയല്ല. പ്രൈസ് ദി ലോർഡ്. എത്ര മാതാക്കൾ തല്ലുകൊണ്ട് ഊപ്പാട് വന്ന് കമ്മലുമാല ഇടാഞ്ഞിന്. പക്ഷേ അവൻ ഇടികൊണ്ടതല്ലാതെ ഇട്ടിട്ടില്ല. ഇടിച്ച് അവറാച്ചൻ ഈ കൃപയിൽ വന്നു. അതായി മാർഗത്തിന്റെ ശ്രേഷ്ഠത. ആഭരണഭ്രമം പാപമാ, അത് പാപം തന്നെ. ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ ഡംബത്തിന് വേണ്ടി ആഭരണം, മ്ലേച്ഛതകള്, പ്രമേണം വിട്ടുള്ള യാത്രകൾ, ഇതുകൊണ്ടൊക്കെ യഹോവയുടെ മഹത്വം നഷ്ടപ്പെട്ടു. എന്നാൽ ആ മഹത്വം മടങ്ങി വരുന്ന വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇതുപോലെ ഇസ്രായേലിൽ പണ്ട് യഹോവയുടെ മഹത്വം നഷ്ടപ്പെട്ടു. ഈ മഹത്വം നഷ്ടപ്പെട്ടു. പക്ഷേ ആ മഹത്വം നഷ്ടപ്പെട്ട നടുവിലും യെഹെസ്കേലിനോട് ദൈവം ഇടപെട്ടു. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്കറിയാം, യെഹെസ്കേൽ ഒരിക്കൽ മൂപ്പന്മാരുടെ മധ്യത്തിലിരിക്കുമ്പോൾ കൈ പോലെ വന്ന് നീണ്ടു വന്ന് യെഹെസ്കേലിന്റെ മുടിക്കുത്തിന് പിടിച്ചു. ആത്മാവ് ഈ മുടിക്കുത്തിന് പിടിച്ച ആകാശത്തിന്റെ ഭൂമിക്ക് മധ്യ ഉയർത്തി. വായിച്ചാട്ടെ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ. യെഹെസ്കേൽ 8:1 മുതൽ എന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. പിന്നെ അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ രൂപം കണ്ടു. അവന്റെ അര മുതല് കീഴോട്ട് തീ പോലെയും, അവന്റെ അര മുതൽ തീ പോലെയും, അവന്റെ അര മുതൽ മേളോട്ട് ശുക്ലശ്രവണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ വന്ന് നീട്ടി. പിന്നെ എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവെന്നെ ആകാശത്തിന്റെ മധ്യ ഉയർത്തി. ഇങ്ങോട്ട് നോക്കിയേ, അടുത്ത വാക്ക് ഞാൻ പറയുമ്പോൾ വായിക്കണേ, എന്നെ നോക്കിയേച്ചേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മുടിക്കുത്തിന് പിടിച്ചേച്ച് മേപ്പോട്ട് കൊണ്ടുപോയി. ഈ സാധാരണ മുടിക്കുത്തിന് പിടിച്ച് വലിക്കുമ്പം വേദന ഉണ്ടാകും. മക്കളെക്കാളും കുറച്ചുകൂടെ കരുണയും ആർദ്രതയും സ്നേഹവും കൊച്ചുമക്കളോടാ എന്ന് എനിക്കായിട്ടില്ല, അതുകൊണ്ട് പറയാനൊക്കത്തില്ല. ആയവരൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ഭാഷ നാശം പിടിച്ച കിടക്കാൻ കാരണം അങ്ങനൊന്നും അല്ല. കൊച്ചുമക്കളോട്
ഇവിടെ യോസേപ്പിന്റെ മടിയിലല്ലയോ യോസേപ്പിന്റെ മകനാകുന്ന മനശയുടെ മകനാകുന്ന മാഗീരിന്റെ മക്കൾ വളർന്നത്. കൊച്ചുമക്കളൊരു അനുഗ്രഹമാണ്. കൊച്ചുമക്കളുള്ളവർ കണ്ടമാനം ദൈവത്തെ സ്തുതിച്ചോണം. മക്കളുള്ളവർ ഇച്ചിരി കുറച്ച് മതി, കൊച്ചുമക്കളുള്ളവരാ കുറച്ചുകൂടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള കൊച്ചുമക്കള് അപ്പച്ചന്റെ താടിയേല് വീശി കൊണ്ട് താടിയല്ലേ മുടി പിടിച്ച് അമ്മയുടെ മുടിക്ക് വല്യമ്മയുടെ മുടിക്ക് പിടിച്ച് വലിക്കുമ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞാച്ച് ഇങ്ങനെ അയ്യോ കൊച്ചേ വിടെ ഇങ്ങനെ വേദനയാണ്. അപ്പൊ ആത്മാവ് അങ്ങോട്ട് വന്ന് കൈപോലെ വന്ന് നീട്ടി മുടുക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോകുക. അതിവേദനയാൽ പൊളയുകയാ. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നിന്റെ ജീവിതത്തിൽ ചില അതിവേദന വരുന്നത് ദൈവം നിന്നെ മറന്നതല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞതല്ല, ദൈവം നിന്നെ നശിപ്പിക്കുകയല്ല, ശത്രുവിന്റെ കൈ കൊടുക്കാനല്ല. പിന്നെ എന്തിനാണെന്നറിയാം അതിവേദന? ദൈവദാസനെ അതിവേദന വന്നപ്പോൾ അടുത്ത വാക്യം വായിച്ചാട്ടെ. ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരൂശലേമിൽ എന്ന് പറഞ്ഞാൽ ചില വേദനകളും ശോധനകളും വരുന്നത് നിന്നെ തകർക്കാനും മുടിക്കാനും മുമ്പേ പാടിയ പാട്ട് പോലെ കർത്തദാസൻ പറഞ്ഞതുപോലെ മുടിച്ചു കളയാനല്ല, നിനക്ക് ദിവ്യ ദർശനം നൽകാനാ, നിന്നെ ശുശ്രൂഷയിൽ ഒന്നുകൂടെ പുതുക്കി എടുക്കാനാ, നിന്റെ ആത്മിക പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ ശക്തീകരിക്കാനാ. ഞാൻ എൻ്റെ പിന്നെ ഒരു കാര്യം പറയാം, അതിവേദന വരുമ്പം കേസിനും കോടതിക്കും വഴക്കിനും പുക്കാറിനും പോകരുത്. നീ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കറിയാം, ഈ അനുഭവത്തിൽ നിന്ന് പറയാം. ശോധനകളും നിന്ദകളും പ്രതികൂലങ്ങളും വരുമ്പോൾ നിന്നെ മുടിച്ചു കളയുവാൻ തകർത്ത് കളയും നീ ഭൂമിയുടെ മുഖത്ത് നിർത്തത്തില്ല, നശിപ്പിക്കുമെന്ന് ശത്രു നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുമ്പോൾ നീ കേസിനും പോകണ്ട, മറുപടി പറയാനും പോകണ്ട, എതിർ പറയാനും പോകണ്ട, കോടതിയെ സമീപിക്കണ്ട, വക്കീലിന്റെ അടുക്കലും പോകണ്ട, കമ്മിറ്റിയും കൂടണ്ട, കവിടത്തിൽ കൊണ്ട നീ മുഴങ്കാലിൽ അങ്ങോട്ട് ഇരിക്കണം. ഇരുന്നങ്ങോട്ട് പ്രാർത്ഥനയിൽ പോരാടണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, അഭിഷിക്തന്മാരെ, ദൈവമക്കള്, അവൻ ശക്തമായ പോരാട്ടം വരുമ്പോൾ നീ പ്രാർത്ഥനയിൽ പോരാടണം, മുഴങ്കാലുമേലിരിക്കണം. ഞാൻ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഞാൻ പറയുന്നത് അതിന് വിട്ടെന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ ഈ സ്റ്റേജിൽ നിൽക്കുമെന്ന് പലരും ചിന്തിച്ചതല്ല. സ്തോത്രം. ഒരുത്തൻ പറഞ്ഞു ഇനി ഒരു സ്റ്റേജിലും കയറ്റിയല്ല, സ്റ്റേജല്ല ഇവന് തീറാതാരം കൊടുത്തതാണ്, ഇവൻ എന്നെ ഡെക്കറേഷൻകാരനാണോ? എടാ ഒരു കാര്യം പറയാം, നിന്നെ ഉയർത്താൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ മേൽ ഒരു ആത്മശക്തി ഉണ്ടെങ്കിൽ, ഒരു ശക്തിയും നിന്നെ തകർക്കത്തില്ല. നീ എതിർക്കാനും ഒടക്കാനും പോകണ്ട, പ്രാർത്ഥനയിൽ പോരാടണം. ഞാന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് പിതാക്കന്മാർക്കും അച്ചാനുമൊക്കെ നന്നായിട്ടറിയാം. അഥവാ അപാകത കൊണ്ട് അത് ക്ഷമിക്കണം. മൺമറഞ്ഞ CS മാത്യു അവർക്കെതിരെ ശക്തമായ പോരാട്ടം ഉണ്ടായി. അപ്പോൾ താൻ വളർത്തിക്കൊണ്ടുവന്ന, താൻ ശുശ്രൂഷിപ്പിച്ച് കൊണ്ടുവന്നവർ തനിക്കെതിരെ നാടൻ ഭാഷ ടോർപ്പിടോ വെച്ചു. അമ്പലപ്പുഴ കോടതിയിലെങ്ങാണ്ട് ആ കേസെന്നാ കേട്ടതിന്റെ വെളിച്ചത്തിൽ പറയുക. എല്ലാവരും കൂടെ ചങ്ങനാശ്ശേരി നിന്ന് ബോട്ടെ കയറി, എതിർകക്ഷികളും എല്ലാവരും ഒരു ബോട്ടല്ല. നമ്മളാന്ന് ബോട്ട് മുക്കും, ഒരു ബോട്ടെ കയറി അമ്പലപ്പുഴ. അന്ന് ഇവിടെ വല്ല ആലപ്പുഴ ജില്ലയുടെ കീഴിലാണ് കേസ് നടക്കുക. അപ്പം ഇവിടെ ആരോ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ഒരു ദൈവ മനുഷ്യനാ, തനിക്ക് എതിരെ എല്ലാവരും അണിനിരക്കുക. അപ്പം അതൊക്കെ ഉന്നം വെച്ച് ആ ഒരു വരി എഴുതി ഞാൻ പാടിയ തെറ്റും കരിയമ്പിളാവ് പാടിയാലും ഒക്കുപോള്. സ്നേഹിതന്മാരെല്ലാം ശത്രു നിരകളില്ല അണിനിരന്നുദിനം പടപോരുതോ. സ്നേഹിതന്മാരെല്ലാം ശത്രു മതി മതി. അങ്ങനെ ഇന്നേ അങ്ങനെ പാടാൻ ഒക്കുവുള്ളൂ. ഈരണ്ട് മതി. പുട്ടിനിടെ പീര ഇടുമല്ലോ, ഒത്തിരി തേങ്ങ ഇടുകയല്ലോ, ഇച്ചിരി തേങ്ങ. അപ്പൊ കുത്തി എടുക്കാനും ഒക്കും. അത് മതി, ഇന്ന് അത് മതി. ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, അവരെ നോക്കി അനാവശ്യം ഒന്നും പറഞ്ഞില്ല, വായി വരുന്നൊന്നും വിളിച്ചു പറഞ്ഞില്ല, തൂലിക ചലിപ്പിച്ചു. ഇപ്പോഴും പാടിയിട്ട് ഉണർവുണ്ടാവുകയല്ലേ. ആ കേസ് പോയി. തനിക്കെതിരെ ആക്ഷേപങ്ങളും അപമാനങ്ങളും എല്ലാം പറഞ്ഞു. അന്നേരം ഞാനത് പാടിയ തെറ്റ് ഈ 2 വരി ഇടയ്ക്ക്. അപ്പൊ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ അടുത്ത ലൈൻ എഴുതി മനസാ വാച കർമ്മണ. അത് പാടിക്ക, ആ വരി പാടിക്കേ. മനസാ വാച കർമ്മണ അറിയാതുള്ള ദൂഷണങ്ങളായി പരത്തുകിലും
മനസാവാച കർമ്മണ അറിയാതുള്ള ദൂഷണമനവധിയായി പരത്തുകിലും ഭംഗമില്ല എനിക്കെന്റെ ജീവിതയാത്രയ്ക്കൊന്നും ഭംഗമില്ല എനിക്കെന്റെ ജീവിതയാത്രയ്ക്കൊന്നും ഭാവിയെ നോക്കി കണ്ട് പുഞ്ചിരി തൂകും. ഓ ഭാവിയെ നോക്കി കണ്ടു പുഞ്ചിരി തൂകും. അപ്പൊ ശ്രദ്ധിക്കുക, തനിക്കെതിരെ ഇങ്ങനെ ആക്ഷേപങ്ങളും അപമാനങ്ങളും എല്ലാം പറഞ്ഞ് തന്നെക്കെതിരെ തന്ത്രങ്ങൾ പറഞ്ഞു. പക്ഷേ ആ കേസിൽ ദൈവം അദ്ദേഹത്തിന് അനുകൂലമായി കേസ് അനുകൂലമായിട്ട് വിധിച്ചെന്ന തിരിച്ച ഇവത്തങ്ങളെല്ലാം കൂടെ ഒരു ബോട്ടല്ല തിരിച്ചു പോകുന്നത്. സ്തോത്രം. അന്നേരം ആക്ഷേപിച്ചുമില്ല, പരിഹസിച്ചുമില്ല, എതിരും ഒന്നും പറഞ്ഞില്ല. പഴമക്കാർ പറഞ്ഞുള്ള അറിവ് ആ തെറ്റുണ്ടായാൽ അങ്ങ് ക്ഷമിക്കണം. അവരുടെയൊക്കെ ചെന്ന് കെട്ടിപ്പിടിച്ച് അവരോട് സ്നേഹിച്ച് എന്നിട്ട് ഒടുവിലത്തെ ലൈൻ എഴുതി, നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താനിനി അല്പദൂരം മാത്രമേയുള്ളൂ. നിത്യ വീട്ടിലെത്താനിനി അല്പദൂരം മാത്രമേയുള്ളൂ. ആ സമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളുക. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മൺമറഞ്ഞ CS മാത്യു അവர்களോട് ചേർന്ന് പറയാ, നിനക്കെതിരെ തന്ത്രങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ എതിർക്കരുത്, മറുപടി പറയണ്ട, അവൻ കേസ് കൊടുക്കാൻ പോകണ്ട, അവൻ പാര വെക്കാൻ പോകണ്ട, ഫേസ്ബുക്കിനകത്ത് എഴുതണ്ട, ഒരു കുന്തത്തിനകത്ത് എഴുതണ്ട. നീ ചെയ്യേണ്ടത് മുഴങ്കാലിൽ ഇരിക്കണം. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. അവൻ പറഞ്ഞു, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാർ ഉയരത്തിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എടാ സീസര 900 ഇരുമ്പരുതങ്ങളുമായിട്ട് വന്ന് ഇവൻ പേടിപ്പിച്ചു. നിങ്ങൾക്കറിയാം, ഇവൻ പേടിപ്പിച്ച് ഇവനെ പറ്റി പറയുന്നിടത്തെല്ലാം 900 ഇരുമ്പുരണം. പക്ഷേ ആ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത, താബോർ മലയുടെ മുകളിൽ നഫ്താലിയുടെ ശബുലൂന്റെ 10,000 പേരും ദെബോരയും ബാരാക്കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ താഴ്വരയിൽ ദൈവം ഇറങ്ങി യുദ്ധം ചെയ്തു. അവിടെ ഒരു വാക്യമുണ്ട്, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്. ഞാനൊരു 4-5 മാസമായിട്ട് പ്രഷറിന്റെ മരുന്ന് കഴിക്കുമായിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് പ്രഷർ താന്നു. അതാ സാധാരണ പോരാട്ടങ്ങൾ വരുമ്പോൾ പ്രഷർ കൂടുക, എനിക്ക് അങ്ങ് താന്നു. ഞാൻ ഡോക്ടർ ഉമേഷിന്റെ അടുക്ക ചെന്ന് പുള്ളി നോക്കിയിട്ട് 2-3 പ്രാവശ്യം അടുപ്പിച്ച് വിളിച്ചു. അന്നേരം ഒന്നും പ്രഷർ മേളിലോട്ട് വരുന്നില്ല. പുള്ളി പറഞ്ഞു, നീ മരുന്ന് കഴിക്കണ്ടെന്ന്. കൃപയാൽ ഇപ്പോൾ ഒരു കൊല്ലത്തോളമായിട്ട് പ്രഷറിന്റെ മരുന്നില്ല. സ്തോത്രം. നീ മുഴങ്കാലിലിരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ മിണ്ടാതിരുന്നാ മതി, നിനക്ക് വേണ്ടി ദൈവം മിണ്ടും. നീ ഒന്നും പ്രവർത്തിക്കേണ്ട, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ഇത് മഹത്വം നഷ്ടപ്പെടാൻ ഇതൊക്കെയാ കാരണം. ഇതുപോലെ ഇസ്രായേലിൽ പണ്ട് യഹോവയുടെ മഹത്വം നഷ്ടപ്പെട്ടു. ഏലിയുടെ കാലത്ത്, ഒന്ന് വായിച്ചോ മോനെ, ഏലിയുടെ പിള്ളേർ അത്ര നല്ലതല്ലായിരുന്നു. ഏലിയുടെ കാലത്ത് യഹോവയുടെ മഹത്വം നഷ്ടപ്പെട്ടു. ഏലിയുടെ പിള്ളേർ അത്ര പരിവക്കേട് നല്ലതല്ല. വായിച്ച 2:12, 2:13, 2:17, 2:22, 3:1. പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. 2:12. പണ്ടൊരു അമ്മ ചോദിച്ചു, ഏലിയുടെ പുസ്തകമാണോ എന്ന്. അല്ലേ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 2:12. ഏലിയുടെ പുത്രന്മാർ നീചന്മാരും, എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ദൈവത്തെ ഓർക്കാത്ത 2 ഒരു കാര്യം ഓർക്കാം, ദൈവത്തെ ഓർക്കാത്ത ആരാ? കള്ളനാന്നേലും മോട്ടിക്കാൻ ചെല്ലുമ്പോൾ എന്റെ ദൈവമെന്ന് പറഞ്ഞാ മോട്ടിക്കുന്നത്. ഈ പിള്ളേർ അങ്ങനെ പോലും ദൈവത്തെ ഓർക്കത്തില്ല. ദൈവത്തെ ഓർക്കാത്ത 2. നീ ദൈവത്തെ ഓർക്കണം, ദൈവത്തെ വിളിക്കണം, ദൈവത്തെ ഭജിക്കണം, ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ ആ വാക്യം, യഹോവയെ ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളി, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. നീ ദൈവത്തെ ഓർക്കണം. വേറൊരു വാക്യമുണ്ട്, നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാറകളെ നേരെയാക്കുക. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധകം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തോയും പകൽ പരക്കുന്ന അത്രത്തോയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല.
നീ ദൈവത്തെ വിളിക്കണം. ഏലിയുടെ പിള്ളേർ അങ്ങനെ പോലും ദൈവത്തെ വിളിക്കാത്ത രണ്ടെണ്ണം. ഇനി ഇവരുടെ വിധങ്ങൾ 2:17 വായിച്ച ദൈവദാസനെ. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് ഇവന്മാര് ദൈവത്തിന്റെ വഴിപാട് അങ്ങ് നിന്ദിക്കുക. ഇവർക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. കൺവെൻഷനോ കാത്തിരിപ്പോ ഉപവാസ പ്രാർത്ഥന ഒന്നും ഇവർക്ക് വിഷയമല്ലെന്ന് നിന്ദിക്കുക. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. നിന്ദിച്ച വിധം അങ്ങനെ ദൈവദാസനെ 13 മുതൽ വായിച്ചേ. 13 മുതൽ വിധം ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം ഇവന്മാരുടെ നടപടിക്രമങ്ങളാ. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇവര് കഴിക്കൽ, ഇവര് കഴിപ്പിക്കും. ചില കണ്ടിട്ടില്ല, സ്തുതിച്ചാട്ടെ. പുള്ളിക്കാനൊന്നുമില്ല. ഒരിക്കൽ കൂടി സ്തുതിക്കുന്നത് ചൈമേനിയെന്നോ തിരുമേനിയെന്നോ ഓവർസിയറെന്നോ സൂപ്രണ്ടെന്നോ പ്രസിഡന്റെന്നോ ഖജാൻജിയെന്നോ കാവാലമെന്നോ ഓയം രാജുക്കുട്ടി അവർകളെന്നോ അങ്ങനൊന്നുമില്ല. ദൈവത്തെ സ്തുതിക്കുന്ന സകലരും ദൈവത്തെ സ്തുതിക്കണം. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. അവിടുന്ന് മാത്രമാണ് സ്തുതികൾക്ക് യോഗ്യൻ. തന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാത്രി അവിടുത്തെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങട്ടെ. എനിക്ക് ഇവിടുത്തെ കൺവെൻഷന്റെ ഒരു സന്തോഷം, യോഗ്യമായ വസ്ത്രം ധരിച്ച പാട്ടുകാർ നിൽക്കുന്നത് അഭിനന്ദിക്കുന്നു. ചിലയിടത്ത് എന്നാൽ ഇവൻ ഗുണ്ടയാന്നോ മുച്ചീട്ട് കളിക്കാരനാന്നോ ഇവൻ എവിടുന്നാ ഒന്നും പറയുന്നില്ല. ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ അതിന്റെ യോഗ്യതയുണ്ട്. ഉപദേശിമാരെ കണ്ടാൽ ഇപ്പൊ അറിയത്തില്ലല്ലോ. കാട്ടാക്കുസ്തിക്കാരൻ നിൽക്കുമ്പോൾ കരിയമ്പ്ലാവി നിൽക്കുന്നേ. നീ ഒരു ദൈവദാസനാ. സ്തോത്രം. അതിന്റെ യോഗ്യത കൊണ്ട് നിൽക്കണം. നിങ്ങളെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവന്മാരാണ് നടപടിക്രമം. വല്ലവനും ഒരു യാഗം കഴിക്കുമ്പോൾ വായിച്ചേ. മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാർ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് മുപ്പല്ലിയായിട്ട് എങ്ങനെയുണ്ട്? ബൈബിളൊന്നും ഇപ്പൊ കയ്യിലില്ല, മുഴുവൻ മുപ്പല്ലിയാ. പണ്ടൊക്കെ പ്രാർത്ഥനയ്ക്ക് ബൈബിളും പാഠപുസ്തകമാണ്. ഇപ്പം വേറെ ഇടിപിടിയായിട്ടായി വരുന്നത്. പിന്നെ അങ്ങ് തോണ്ടും മാന്തു എന്തെല്ലാം വിനകൃതിയാ. ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ വേറെ പുസ്തകമായിട്ട് നിൽക്കണം. നിങ്ങൾ സ്വോത്രം പറഞ്ഞാലും ഇല്ലേലും എനിക്കിതൊന്നും വിഷയമല്ല. ഇനി പണ്ടൊരുത്തൻ തെങ്ങേന്ന് വീണ് തല അപ്പുറത്തെ പറമ്പിൽ പോയപ്പം പെമ്പള ഓടി വന്നപ്പോൾ എൻ്റെ ദൈവമേ ഇതിലേത് വലുതോ വരാനായിരുന്നത്, ഇത് വലുത് എന്നാ വരാനാ, എനിക്കിനി എന്നാ വരാനാ വലുത്, പോടാ നിന്റെ പാട്ടിനെ, ഇനി എന്നാ വരാനാ. അതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുത്തത്, എനിക്ക് അവസരം കിട്ടുന്നിടത്തെല്ലാം തീർത്ത് പറയും. നീ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം, നീ കൈ തന്നാലും കൊള്ളാം, കാല് തന്നാലും കൊള്ളാം, ഇത് കാര്യങ്ങൾ തീർത്ത് പറഞ്ഞു വെച്ച് വീട്ടിൽ ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. വല്ലവനും ഒരു ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരും ആരാധിക്കണം. ഇത് വല്ലൊരു യാഗം കഴിക്കുക. വല്ലവനും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാർ കയ്യിലൊരു മുപ്പല്ലി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലി പിടിച്ചതൊക്കെ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്തിയോടും അവർ അങ്ങനെ തന്നെ ചെയ്യും. നേരസ് ദഹിപ്പിക്കുന്നതിനും പുരോഹിതന്റെ ബാല്യക്കാരും വന്ന് യാഗം കഴിക്കുന്നവനോട് പുരോഹിതന് ഒരു പച്ചമാംസം തരിക, വേവിച്ചതിനും വാങ്ങുകയില്ല. ഉടനെ പറയും മാംസം ദഹിച്ച് തീരട്ടെ, എന്നിട്ട് നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ അവനവനോട് അല്ല ഇപ്പൊ തന്നെ തരണം, തന്നില്ലെങ്കിൽ ഞാൻ ബലാത്കാരാണ് എടുക്കുമെന്ന്. ഇതൊത്തിരി കാര്യം നിന്ന് പറയണം. ഞാൻ അയ്യോ സമയ ഞാൻ ബാക്കി ഇനി പിന്നെങ്ങാനും വിളിക്കാന്നേ പറയാം, അത് മതി. ഞാൻ കൈ കൊണ്ട് കാണിച്ചു ഇച്ചിരി എടുത്തോളാൻ, അതുകൊണ്ട് ഞാൻ എടുക്കുക. ഒരു കാര്യം പറയാം, ഇവരുടെ നടപടിക്രമം ഒന്ന്, ഇവർ ദൈവത്തെ വിളിക്കുകയല്ല. സന്ധിയാകുമ്പോൾ നിന്റെ കുടുംബത്തിൽ കുടുംബാരാധന ഉണ്ടായിരിക്കണം. പെമ്പളെ അപ്പുറത്തെ റൂമിനകത്ത് മൊബൈലിൽ തോണ്ടേ, മാപ്പിള റോഡിൽ കൂടെ നടന്നാ തോണ്ടുന്നത്. കാരണം പെരിക്കാത്ത നാം വേറെ കേസാ. അവ റോഡിൽ കൂടെ നിന്നെ പാമ്പ് കടിക്കും. നീ ഈ സന്ധ്യ വൈകിയ നേരത്തെ റോഡിൽ കൂടെ നീ പോയാ നിന്നെ സന്ധ്യയാകുമ്പോൾ പകല് മുഴുവനും നിന്നെ നടത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്ക. പകല് മുഴുവൻ നിന്നെ സൂക്ഷിച്ച ദൈവത്തിന് ആ കുഞ്ഞുങ്ങളെ കൂടെ വിളിച്ചിരുത്തി വട്ടമിട്ട് പാട്ടുപാടി ആത്മാവിനെ കൊണ്ട് ബലപ്പെട്. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ദൈവം നിന്നെ ഉയർത്തും. ഇവരുടെ നടപടിക്രമം ദൈവത്തെ ഒന്നും വിളിക്കുകയല്ല. രണ്ട് കയ്യിൽ എപ്പോഴും മുപ്പല്ലി എന്നുള്ളത് 3 എതളോട് കൂടിയ നീണ്ട കമ്പിയാ. ഇതിന് ലേവ്യ പുസ്തകത്തിൽ മുൾക്കൊളത്തെന്നും പറയും. ഇതെന്തിനാന്ന് ചോദിച്ചാൽ കമ്മറ്റ് കൂടുമ്പോ കരയാടെ പള്ളക്ക് കയറ്റാനല്ല. നമ്മുടെ ഈ മുപ്പല്ലി അതിനായിരിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ കുത്തും, ഇന്ന് അവനെ ഞാൻ കുത്തി മലത്തും. എങ്ങനെ? ഒന്നാ ഞാൻ എഴുതി മലത്തും, ഇല്ല ഞാൻ എന്തുവാ പേരും കിട്ടുന്നില്ല. ഉണ്ടല്ലോ ഫേസ്ബുക്ക്, പിന്നെ വേറെ ഉണ്ടല്ലോ യൂട്യൂബ്, പിന്നെ
വാട്സപ്പ് നിന്റെ കുന്തം അടിച്ച് നിന്റെ പരിപ്പ് ദൈവം അളക്കും. നീ അഭിഷക്തന്മാർക്കെതിരെ ദൈവമക്കൾക്കെതിരെ നീ കളിച്ചാൽ നിന്റെ സന്തതിക്ക് ഗുണം വരികയല്ല, നിന്റെ സന്തതിക്ക് അവൻ ദോഷമേ വരുവുള്ളൂ. നീ ആവശ്യമില്ലാത്ത വലിച്ചു കെട്ടരുത്, സന്തതിക്ക് ശാപമുണ്ടാക്കരുത്. എടാ ദൈവം ഇടപെടും, ദൈവം ഇടപെടും. ഈ വേദപുസ്തകം സത്യമാണെങ്കിൽ സത്യം തന്നെ, അതിനൊരു തർക്കവുമില്ല. നീ അനുഭവിക്കും. അത് എഴുതുന്നവനാന്നേലും യൂട്യൂബർ ആന്നേലും പിന്നെ എന്തുവാ ഫേസ്ബുക്ക് ആന്നേലും ഏത് കോടാലി ആന്നേലും നീ മേടിച്ചു കെട്ടും. പ്രൈസ് ദി ലോർഡ്. നീ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യേണ്ടത് മുട്ടയിലിരുന്നോണം, മുട്ടയിലിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ സൂക്ഷിക്കും. കർത്താവിന് മഹത്വം. ഇവരുടെ നടപടിക്രമം മുപ്പല്ലി 3 നീണ്ട കമ്പിയ ഇത് ചാരി വെക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ യാഗം നടക്കുമ്പോൾ മാംസം വല്ലതും പൊട്ടിത്തെറിച്ച് ദൂരെ പോയാൽ അടുത്ത് നിൽക്കുന്ന പുരോഹിതൻ മുപ്പല്ലി എടുത്ത് പൊട്ടിത്തെറിച്ച് ദൂരെ പോയ യാഗവസ്തുവിനെ കുത്തിയെടുത്ത് യാഗപീഠത്തിൽ വെക്കാനാ. ഇവിടെ വെക്കേണ്ട മുപ്പല്ലി യവന്മാര് കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുക. ആര് ഈ പിള്ളേ എന്ന് പറഞ്ഞാൽ ഇവന്മാര് ദൈവസഭയുടേത് മോട്ടിക്ക് വന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ദൈവസഭയുടേത് മോഷിക്കും. പണ്ടെടുത്ത സ്വോത്ര കാഴ്ച അടിച്ചു മാറ്റി എടുക്കാനല്ലേ പറഞ്ഞു, അവൻ എടുത്തോണ്ട് അങ്ങ് പോയി. സ്വോത്ര കാഴ്ച എടുക്കാൻ പറഞ്ഞു, അവൻ എടുത്തോണ്ട് നേരെ വീട്ടിലോട്ട്. അങ്ങനല്ലേ നമ്മൾ പറഞ്ഞു. ഇപ്പൊ സ്വോത്ര കാഴ്ച എടുക്കും, അവന് നേരെ എടുത്തോണ്ട് വീട്ടിൽ പോയി. ഒടുവിൽ ഇവനെ പിടികൂടിയോ പറഞ്ഞാടാ സൈമ, ഇവൻ ഏക്കുന്നില്ല. സൈമ സ്വർഗത്ത് ചെല്ലുമ്പോ കർത്താവ് നിന്നെ പിടിക്കും. ഉടനെ അവൻ പറയാ സ്വർഗത്ത് ചെന്നിട്ട് വേണ്ടായോ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. ദൈവസഭയുടേതൊന്നും നിന്റെ കയ്യിൽ കാണരുത്. നിന്റെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. വ്യാജത്തിന് മനസ്സ് വെക്കരുത്, കള്ളസത്യം ചെയ്യരുത്, കള്ളസാക്ഷി പറയരുത്, കാണാത്ത കാര്യം കണ്ടെന്ന് പറയരുത്, ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയരുത്. പറഞ്ഞാൽ ദൈവം നിന്നെ ന്യായം വിധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ഇവര് ഇതെല്ലാം മോട്ടിച്ച് ദൈവത്തിന് ഹിതമില്ലാത്തത് ചെയ്തു. ഞാൻ ഇടയ്ക്ക് അങ്ങ് പിടിച്ചങ്ങ് ആ ഭാഗം അങ്ങ് വിട്ടു നിർത്തുക. ഒടുവിൽ പ്രമാണം തെറ്റിച്ച് ഫെലിസ്തീനുമായിട്ട് യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ 4000 എണ്ണം പട്ടു. ആ പട്ടപ്പോൾ പെട്ടകം ഫെലിസ്തീന് പിടിച്ചുകൊണ്ട് പോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവൻ ഉരുണ്ട് താഴെ പോയി. പിറ്റേന്ന് വെച്ചപ്പോൾ കൈ ഉടലുമല്ല ഉമ്മരപ്പടി. ദൈവത്തിന് ഇപ്പം നേരെ ഇരിക്കാൻ മേല. അങ്ങനെയുള്ള ദൈവമാണ്, നേരെ ഇരിക്കാൻ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഒടുവിൽ ഇത് ബാലേഹൂദൽ കുന്നുമേൽ അബീനാദാവിന്റെ വീട്ടിൽ കൊണ്ട് കെട്ടി. പശുക്കളെ കെട്ടിയ ചരിത്രം ഞാനിപ്പോൾ പറയുന്നില്ല. സ്തോത്രം. പശുക്കൾ വണ്ടി വലിച്ചെന്ന ചില സ്ഥലത്തൊക്കെ പെണ്ണുങ്ങളല്ലയോ ഇത് നിയന്ത്രിക്കുന്നത്. വീട്ടിലാന്നേലും അച്ചായൻ പറയാം മോളി അങ്ങനെ മിണ്ടാതിരിക്കുക. നീ പറ. പുള്ളി ഇങ്ങനെ ആനക്കാരൻ നടക്കുമ്പോൾ തോട്ടി മളയായിട്ട് പുറകെ നടക്കുക. ആന നിൽക്കുമ്പോൾ അതങ്ങോട്ട് ചാരി വെച്ചേക്കും. 2 പശുക്കൾ. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല, ഞാൻ അങ്ങ് അടങ്ങുക. ഇന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ പെട്ടക ഒടുവിൽ ബാലേഹൂദൽ കുന്നുമേൽ അബീനാദാന്റെ വീട്ടിൽ കൊണ്ട് കയറ്റി. ഏതാണ്ട് 70 കൊല്ലത്തോളം ഇരുന്നെന്ന. ചുരുക്കി പറഞ്ഞാൽ ഈ അങ്ങനെ മകത്വം നഷ്ടപ്പെട്ടു. ഏലിയുടെ പിള്ളേർ 2 എണ്ണം പട്ടുപോയി. ഫിനെഹാസിന്റെ ഭാര്യ പൂർണ്ണ ഗർഭവതിയാ. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകുകയും അമ്മാവിയെ പറയും ഭർത്താവിനെ ഓർത്തിട്ട് പറയുക മകത്വം ഇസ്രായേലിന് പോയി. എന്നാൽ ചുരുക്കി പറയാ ഈ മകത്വം ഒരുവൻ തിരികെ കൊണ്ടുവന്നു. അതാണ് ദാവീദ്. ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് മകത്വം തിരികെ കൊണ്ടുവന്ന് വിവരിക്കുന്നില്ല. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ, അഭിഷിക്തനായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് യഹോവയുടെ പെട്ടകം കൊണ്ടുവരണം. ആദ്യത്തെ പോക്ക് കുഴഞ്ഞു. കാരണം 30,000 ബിരുദന്മാരാ. ഇപ്പം സഭയ്ക്കകത്ത് വേർപാടും വിശുദ്ധിയും പ്രാപിക്കുന്നവർ ചുരുക്കമാ. എല്ലാം ബിരുദന്മാരാ. അവരാ നിയന്ത്രിക്കുന്നത്. ബിരുദന്മാര് 30,000 ബിരുദന്മാര് മാറ്റിക്കുന്നു. പക്ഷേ ആ യാത്ര പാളിച്ചയായിരുന്നു. പെട്ടകം വണ്ടിക്കകത്ത് കയറ്റി. പെട്ടകത്തിനകത്ത് 3 കാര്യം പ്രധാനം. ഒരു കാളെ പിടിച്ച് പെട്ടകത്തിന് കെട്ടി, വണ്ടിക്ക് കെട്ടി. പെട്ടകം എടുത്ത് വണ്ടിയെ വെച്ചു. പാട്ടുപാക്കെ പാടി അടിച്ചു തുള്ളിപ്പാടി വീണം മുരജ നമ്പൂര് കൈത്താളം ഇലത്താളം മാറിത്രം അടിച്ചു തുള്ളിപ്പാടി. നമ്മളത് പറയും ഭയങ്കര ഉണർവാന്ന് പറയും. അതന്നെ അയ്യോ അമേരിക്ക നിറയ്ക്കുവൻ നിന്നടിക്കുകയെന്ന് പറഞ്ഞു. ഭയങ്കര ഉണർവാ. അവന് കുന്തമെല്ലാം വെച്ചോണ്ട അടിക്കുന്നത്. ചുരുക്കി പറഞ്ഞ് അടിച്ചു തുള്ളിച്ചാടി നാഗോന്റെ കളത്തിൽ കയറിയപ്പോ കാള വരണ്ടു. എടാ കാളക്കറിയാമോ പെട്ടകം എന്നാ, മന്ന എന്നാ, വടി എന്നാ, പാത്രം എന്നാ? കാളയ്ക്ക് വല്ല മൂരിക്കാളയ്ക്ക് വല്ല ബോധം ഉണ്ടോ? ആത്മീയ ലോകത്ത് ഒത്തിരി മൂരി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് അതപ്പറിക്കുന്നത്. ഇതിനകത്ത് സ്തോത്രം പ്രമേണത്തിൽ നിൽക്കുന്നവൻ വേണം. കാള വരണ്ടപ്പോ വണ്ടി ഇളകിയപ്പോ പെട്ടകം അനങ്ങിയപ്പോ പെട്ടകത്തെ വട്ടം പിടിച്ചു. ഇവൻ തട്ടിപ്പോയി. ദാവീദ് ഞെട്ടിപ്പോയി. ദാവീദ് പറഞ്ഞു മന്നയും വേണ്ട, വടിയും വേണ്ട, ഒന്നും വേണ്ട, എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ. അച്ചാനല്ലയോ പറഞ്ഞ കൊണ്ടുവരാൻ. ഞാനാടാ പറഞ്ഞ കൊണ്ടുപോകാൻ. ചിലപ്പോൾ എൻ്റെ തലയായിരിക്കും ആദ്യം പോകുന്നത്. നോക്കിയപ്പം ഓബേദോമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു.
അധികം ഒന്നും വരുന്നില്ല, 3 മാസം. 3 മാസം കൊണ്ട് അവനെ അവൻ്റെ കുടുംബത്തെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഇതെടുക്കേണ്ടത് പോലെ എടുത്താൽ, ചുമക്കേണ്ടത് പോലെ ചുമന്നാൽ, ഇത് കൊണ്ടുപോകേണ്ടത് പോലെ കൊണ്ടുപോയാൽ നിനക്കും നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. 45-ാം സങ്കീർത്തനത്തിലോ അവന്റെ പിതാക്കന്മാർക്ക് പകരം അവന്റെ മക്കൾ ഇരിക്കും. അതാ ഇവിടെ കരിയമ്പ്ലാവിൽ നടക്കുന്നത്. പിതാക്കന്മാർക്ക് പകരം. വാക്യങ്ങൾ ഒത്തിരിയുണ്ട്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 26-ന്റെ 2, 3, 4 ഒക്കെ വായിക്കുമ്പോൾ യോബേലോമിന്റെ മക്കളും കൊച്ചുമക്കളെ പറ്റി ചരിത്രമുണ്ട്. അവർ പ്രാർത്ഥന്മാരാ, പരാക്രമശാലികളാ. അവരെ ദൈവ ശുശ്രൂഷയ്ക്കാക്കി. നീ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിന്നെ ഉയർത്തും. ആ പെട്ടകം ദാവീദ് തിരികെ കൊണ്ടുവന്നു. 2-ാമത്തെ പോക്കിൽ വിശുദ്ധന്മാരുമായിട്ട് ചെന്ന് പെട്ടകമെടുത്ത് 6 ചുവട് വെച്ചപ്പോൾ ദാവീദ് പഞ്ഞിനൂലം കൊണ്ട് അങ്കി ധരിച്ച് അതിന്റെ മുമ്പിൽ നൃത്തം ചെയ്തു. 24-ാം സങ്കീർത്തനം 68-ാം സങ്കീർത്തനത്തിൽ കാണുക, സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ, തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും. അങ്ങനെ ആർപ്പോടും സൂര്യനാനത്തോട് ഈ പെട്ടകം തിരികെ കൊണ്ടുവരിക. ദൈവാലയത്തിലേക്ക് വന്ന് അതിനടിച്ചിട്ട് സ്ഥലത്ത് വന്നപ്പോൾ പറഞ്ഞു, വാതിലുകള് നിങ്ങളുടെ വലകളെ ഉയർത്തുവീ, പണ്ടേയുള്ള കരകള് ഉയർന്നിരിപ്പി, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാരാ? ബലവാൻ വീര്യമായ യഹോവ. ഇന്ന് രാത്രി കരിയമ്പ്ലാവിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. സഭയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഈ സഭയെ ദൈവം ഉയർത്തട്ടെ. ഈ ദേശത്ത് ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ സ്തുതിക്ക്. നിന്റെ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അടമന ജലപട ഭിരിപിക ബലപടം. ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുക. യഹോവയുടെ മഹത്വം, യഹോവയുടെ മഹത്വം. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ഇണച്ച കർത്തദാസന് സഭയ്ക്ക് നന്ദി. അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ചു സമയം കൂടെ എടുത്തു, അതിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എളിയവനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് അവിടെ ഒരു തിരുവല്ലായൊരു സഭയുണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാട്ട് പാടണമെന്നുണ്ട്, അത് അവർ കൈകാര്യം ചെയ്തോളും. ഇവിടെ ഞാൻ പാടിയാൽ ഒക്കത്തില്ല, അത് നിങ്ങൾ പാടിയ